നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരുപാട് കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു നായകന്റെ ഒരൊറ്റ തീരുമാനം ഒരു കളിക്കാരന്റെ കരിയറിനെ മാത്രമല്ല, ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച അത്ഭുത കഥയാണ് ഇന്ന് സ്പോർട്സ് പിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായി 3 ഫോർമാറ്റുകളിലും സെഞ്ചുറികൾ അടിച്ചു തകർക്കുന്ന ഹിറ്റ്മാനായി രോഹിത് ശർമ്മ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വളർച്ചയ്ക്ക് പിന്നിൽ ഒരൊറ്റ മനുഷ്യന്റെ ദീർഘവീക്ഷണമുണ്ട്. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നായകൻ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഇപ്പോൾ ഇതാ തന്റെ കരിയറിലെ വമ്പൻ വളർച്ചയ്ക്ക് മുൻ നായകൻ MS ധോണിയോട് താൻ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് അങ്ങേയറ്റം വൈകാരികമായി പങ്കുവച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ. ഇന്ന് എനിക്ക് ഈ നിലയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് MS ധോണി ബൈക്കാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ കരിയറിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ എത്തില്ലായിരുന്നു. രോഹിത് ശർമ്മയുടെ ഈ വാക്കുകൾ കേവലം ഒരു പ്രശംസയല്ല, മറിച്ച് തന്നെ തകർച്ചയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ തന്റെ പ്രിയപ്പെട്ട ക്യാപ്റ്റനോടുള്ള ഗുരുദക്ഷിണയാണ്. എന്താണ് 2013 ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ സംഭവിച്ചത്? മധ്യനിരയിൽ പതറിയ രോഹിത്തിനെ ധോണി എങ്ങനെയാണ് ഓപ്പണറാക്കിയത്? എന്തുകൊണ്ടാണ് രോഹിത് തന്റെ ജീവിതകാലം മുഴുവൻ ധോണിയോട് കടപ്പെട്ടിരിക്കുമെന്ന് പറയുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം തിരുത്തിയ ആ മാന്ത്രിക നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമുക്ക് കുറച്ചുകാലം പുറകോട്ട് പോകാം. 2007 കന്നി T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് അതിശക്തമായി കടന്നുവന്ന യുവതാരമായിരുന്നു രോഹിത് ശർമ്മ. അസാധാരണമായ ടൈമിങ്ങും പന്ത് അതിർത്തി കടത്താനുള്ള കഴിവും കൊണ്ട് അസാധ്യ പ്രതിഭയുള്ള താരം എന്ന ലേബൽ വളരെ പെട്ടെന്ന് തന്നെ രോഹിത്തിന് ലഭിച്ചു. അക്കാലത്ത് യുവരാജ് സിംഗിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭയായിട്ടാണ് ക്രിക്കറ്റ് ലോകം രോഹിത്തിനെ വിലയിരുത്തിയത്. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അത്ര എളുപ്പമായിരുന്നില്ല. മധ്യനിരയിൽ 5-ാമനായും 6-ാമനായും ബാറ്റിങ്ങിന് ഇറങ്ങിയിരുന്ന രോഹിത്തിന് പലപ്പോഴും വലിയ ഇന്നിങ്സുകൾ കെട്ടിപ്പടുക്കാൻ സാധിച്ചില്ല. കൺസിസ്റ്റൻസി ഇല്ലായ്മ വലിയൊരു വില്ലനായി മാറി. മികച്ച തുടക്കം ലഭിച്ചാലും അനാവശ്യ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് കളയുന്ന പ്രവണത രോഹിത് തുടർന്നു. ഇതോടെ മാധ്യമങ്ങളും മുൻതാരങ്ങളും രോഹിത്തിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങി. വിമർശനങ്ങൾ കടുത്തതോടെ 2011 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് രോഹിത് ശർമ്മ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. സ്വന്തം നാട്ടിൽ ഇന്ത്യ ലോകകപ്പ് ഉയർത്തുമ്പോൾ അത് കാണാൻ ടീമിൽ രോഹിത് ഇല്ലായിരുന്നു. ഒരു കളിക്കാരനെ സംബന്ധിച്ച് മാനസികമായി തകരാൻ ഇതിലും വലിയൊരു കാരണം ആവശ്യമില്ല. തന്റെ കരിയർ അവസാനിച്ചു എന്ന് പലരും കരുതിയ ഘട്ടമായിരുന്നു അത്. എന്നാൽ രോഹിത്തിലെ യഥാർത്ഥ പ്രതിഭ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു നായകൻ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായിരുന്നു. അതാണ് MS ധോണി. 2013 ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു അത്. വീരേന്ദർ സേവാഗും ഗൗതം ഗംഭീറും ടീമിലില്ലാത്ത സമയം ഇന്ത്യക്ക് മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആവശ്യമായിരുന്നു. ആ സമയത്താണ് ക്യാപ്റ്റൻ കൂളായ ധോണി തന്റെ കരിയറിലെയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെയും ഏറ്റവും വലിയ ചൂതാട്ടത്തിന് മുതിരുന്നത്. രോഹിത് ശർമ്മ തന്നെ ആ നിമിഷത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം എന്നെ വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത രീതി ശരിക്കും അവിശ്വസനീയമായിരുന്നു. മധ്യനിരയിൽ പതറിയിരുന്ന ഒരു കളിക്കാരനെ വിളിച്ച്, അതും ഇംഗ്ലണ്ടിലെ സ്വിംഗ് പിച്ചുകളിൽ പുതിയ പന്തിനെ നേരിടാൻ ഓപ്പണറായി ഇറക്കുക എന്നത് ഒരു സാധാരണ ക്യാപ്റ്റനും ചിന്തിക്കാനും പോലും കഴിയാത്ത കാര്യമാണ്. അഥവാ ആ തീരുമാനം പരാജയപ്പെട്ടിരുന്നെങ്കിൽ ധോണിക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. എന്നാൽ ധോണിക്ക് രോഹിത്തിന്റെ ടെക്നിക്കിലും കഴിവിലും പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. പുതിയ പന്തിനെ നേരിടാൻ ആവശ്യമായ സമയവും പ്രതിഭയും രോഹിത്തിനുണ്ടെന്ന് ധോണി തിരിച്ചറിഞ്ഞു. ആ ഒരൊറ്റ തീരുമാനം രോഹിത് ശർമ്മയുടെ കരിയറിന്റെ വിധി തന്നെ മാറ്റിമറിച്ചു. രോഹിത് ശർമ്മ തുറന്നു പറയുന്ന വാക്കുകളിൽ ധോണി എന്ന നായകനോടുള്ള ആദരവും സ്നേഹവും വ്യക്തമാണ്. രോഹിത് പറയുന്നു, അദ്ദേഹം എന്റെ ക്യാപ്റ്റൻ അല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഒരുപക്ഷെ തികച്ചും വ്യത്യസ്തമാകുമായിരുന്നു. അദ്ദേഹം എന്റെ ക്യാപ്റ്റനായതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് കരുതുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ MS ധോണി ഭായിയോട് കടപ്പെട്ടിരിക്കും.
MS ധോണി ഒരു ഇതിഹാസ താരവും ഇതിഹാസ ക്യാപ്റ്റനുമാണ്. ഐ ലവ് യു മൈ ബായ്. ഇന്ന് പല താരങ്ങളും വിജയങ്ങൾ നേടുമ്പോൾ തങ്ങളെ വളർത്തിയവരെ മറക്കാറുണ്ട്. എന്നാൽ രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാൻ ഇന്നും വിനയത്തോടെ ധോണിയുടെ കാലടികളെ വണങ്ങുന്നു. കാരണം താൻ പരാജയപ്പെട്ടപ്പോഴെല്ലാം തനിക്ക് കാവലായി നിന്നത് ധോണിയാണെന്ന് രോഹിത്തിനറിയാം. ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ കളിക്കാരെ ടീമിൽ നിന്ന് മാറ്റുന്ന ഇന്നത്തെ കാലത്താണ് രോഹിത്തിന് ഫോം തെളിയിക്കാൻ ധോണി തുടർച്ചയായി അവസരങ്ങൾ നൽകിയത്. രോഹിത് ഒരു സ്പെഷ്യൽ പ്ലെയറാണ്, അവൻ റൺസ് അടിക്കാൻ തുടങ്ങുമ്പോൾ കളി മാറും എന്ന് ധോണി അക്കാലത്ത് പത്രസമ്മേളനങ്ങളിൽ നിരന്തരം പറയുമായിരുന്നു. ഒരു നായകൻ തൻ്റെ സഹതാരത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഊർജം ഇത്തരത്തിലുള്ള പരസ്യമായ പിന്തുണയാണ്. ധോണി അന്ന് രോഹിത്തിൽ അർപ്പിച്ച ആ വിശ്വാസം വെറുതെയായില്ല എന്ന് പിന്നീട് വന്ന വർഷങ്ങളിൽ ലോക ക്രിക്കറ്റ് സാക്ഷ്യം വഹിച്ചു. ഓപ്പണറായുള്ള മാറ്റത്തിന് ശേഷം നമ്മൾ കണ്ടത് രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാന്റെ വിശ്വരൂപമാണ്. മധ്യനിരയിൽ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ അതേ രോഹിത് ഓപ്പണിംഗിൽ ഇറങ്ങി ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർമാരെ നിലം തൊടാതെ പറപ്പിച്ചു. രോഹിത് പിന്നീട് ക്രിക്കറ്റ് ചരിത്രത്തിൽ കുറിച്ച റെക്കോർഡുകൾ ധോണിയുടെ ആ തീരുമാനത്തിന്റെ വിജയ വിളംബരമായിരുന്നു. 3 ഇരട്ട സെഞ്ചുറികൾ. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ 200 റൺസ് കടക്കുക എന്നത് വലിയൊരു സ്വപ്നമായിരുന്ന കാലത്താണ് രോഹിത് ശർമ്മ 3 തവണ ഇരട്ട സെഞ്ചുറി അടിച്ചു തകർത്തത്. ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 264 റൺസ് ഇന്നും തകർക്കാൻ കഴിയാത്ത റെക്കോർഡായി തുടരുന്നു. ലോകകപ്പിലെ സെഞ്ചുറി വേട്ട. 2019 ഏകദിന ലോകകപ്പിൽ മാത്രം 5 സെഞ്ചുറികൾ നേടിക്കൊണ്ട് ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമായി രോഹിത് മാറി. സിക്സറുകളുടെ സുൽത്താൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറത്തിയ താരമെന്ന റെക്കോർഡും ഹിറ്റ്മാൻ സ്വന്തമാക്കി. ധോണി അന്ന് ആ ഒരൊറ്റ ഫോൺ കോളിലൂടെയോ നിർദ്ദേശത്തിലൂടെയോ രോഹിത്തിനെ ഓപ്പണറാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഈ വമ്പൻ റെക്കോർഡുകളും ഹിറ്റ്മാൻ എന്ന ഇതിഹാസത്തെയും ലഭിക്കില്ലായിരുന്നു. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. ധോണിയിൽ നിന്ന് രോഹിത് പഠിച്ചത് വെറും ബാറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമല്ല, ഒരു ടീമിനെ എങ്ങനെ നയിക്കണമെന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടിയാണ്. പിൽക്കാലത്ത് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം രോഹിത് ശർമ്മയിലേക്ക് എത്തിയപ്പോൾ ധോണിയെപ്പോലെ ശാന്തനായി ടീമിനെ നയിക്കാൻ രോഹിത്തിന് സാധിച്ചു. യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലും അവർക്ക് തുടർച്ചയായ അവസരങ്ങൾ നൽകുന്ന കാര്യത്തിലും ധോണിയുടെ അതേ ശൈലിയാണ് രോഹിത് പിന്തുടരുന്നത്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ തുടങ്ങിയ താരങ്ങൾക്ക് രോഹിത് നൽകുന്ന പിന്തുണയിൽ നമുക്ക് ധോണിയുടെ നിഴൽ കാണാൻ സാധിക്കും. തനിക്ക് തന്റെ നായകനിൽ നിന്ന് എന്താണോ ലഭിച്ചത് അത് തന്റെ സഹപ്രവർത്തകർക്ക് തിരികെ നൽകാൻ രോഹിത് മറന്നില്ല. അതുകൊണ്ടാണ് രോഹിത് ശർമ്മ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാപ്റ്റന്മാരിൽ ഒരാളായി മാറിയത്. MS ധോണിയും രോഹിത് ശർമ്മയും തമ്മിലുള്ള ഈ അത്ഭുതകരമായ ബന്ധം ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ മാതൃകയാണ്. ഒരു നല്ല ലീഡർക്ക് എങ്ങനെ ഒരു കളിക്കാരന്റെ ജീവിതം മാറ്റാൻ കഴിയും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ധോണി ഭായിയോടുള്ള രോഹിത്തിന്റെ ഈ വൈകാരികമായ വാക്കുകൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും നെഞ്ചിൽ തട്ടുന്ന ഒന്നാണ്. ധോണി രോഹിത് കൂട്ടുകെട്ടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? 2013 ധോണി എടുത്ത ആ തീരുമാനം തന്നെയാണ് രോഹിത്തിന്റെ കരിയർ മാറ്റിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു നായകൻ എന്ന നിലയിൽ രോഹിത് ധോണിയുടെ പാത പൂർണ്ണമായി പിന്തുടരുന്നുണ്ടോ? നിങ്ങളുടെ മനോഹരമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള വികാരനിർഭരമായ കഥകളും ആവേശകരമായ വിശകലനങ്ങളും ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.